നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ ചിത്രകലയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്ത് ഏതൊരു കുഞ്ഞിനും മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഒരു നോട്ട്ബുക്കും ഒരു പേനയും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്കും പേനൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് ആരുടെങ്കിലും കയ്യിൽ അതില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ആർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് ഞാൻ ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ ആർട്ടിന്റെ നിർവചനങ്ങളും ആർട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അതേപോലെ ആർട്ടിന്റെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളെ ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലേക്ക് ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോ എല്ലാവരും റെഡി അല്ലേ? ഞാൻ സ്ക്രീനിൽ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോ വാട്ട് ഈസ് ആർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ സിമ്പിൾ ആക്കി തരാം. ആർ യു റെഡി? ഞാൻ ഇവിടെ ഒരു ചിത്രം വരയ്ക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു ആർട്ടിസ്റ്റ് കയ്യില് പാലറ്റും ബ്രഷൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ പോവാണ്. സോ ഇവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിക്ക് ആവാൻ പോകുന്നത്. അപ്പോൾ റെഡി ആയിട്ടിരുന്നോ? നമ്മളുടെ ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരയ്ക്കാൻ പോവാണ്. അയാളുടെ കയ്യിൽ കളേഴ്സും ഇതൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ പോവാണ്. ഇനി ഞാൻ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ആർട്ടിസ്റ്റിന്റെ പാലറ്റ് അല്ല, ട്രൈപോഡ് സ്റ്റാൻഡും കൂടി വരയ്ക്കുന്നുണ്ട്. ഇതിലാണ് നമ്മളുടെ ആർട്ടിസ്റ്റ് ചിത്രം വരയ്ക്കാനായിട്ട് പോകുന്നത്. ആർട്ടിസ്റ്റിന്റെ പാലറ്റും ഞാൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആർട്ടിസ്റ്റ് ഒരു ട്രീയെയാണ് വരയ്ക്കുന്നത്. ഈ ഒരു ട്രീയെയാണ് നമ്മളുടെ ആർട്ടിസ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഒന്ന്, ഒരു ആർട്ടിസ്റ്റിനെയും, രണ്ട്, അദ്ദേഹത്തിന്റെ ട്രൈപോഡ് സ്റ്റാൻഡ്, പിന്നെ നമ്മളുടെ വരയ്ക്കാൻ എടുത്തേക്കുന്ന ഒരു ഒബ്ജക്റ്റ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇവിടെയാണ് നിങ്ങളുടെ റിയൽ ഗെയിം കൺസെപ്റ്റിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മളുടെ ആർട്ടിസ്റ്റ് ഈ ഒരു ട്രീയെ വരയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ ഒരു ട്രീ കാണുമ്പോൾ അയാളുടെ മൈൻഡിലേക്ക് ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ട്, അല്ലേ? ആ ഒരു ട്രീ എങ്ങനെയാണ്, അതിന്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിന്റെ പാറ്റേൺസ് എങ്ങനെയാണ്, അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ്, അതിന്റെ കളറിങ് എങ്ങനെയാണ്, ലൈറ്റ് ആൻഡ് ഷാഡോ കോമ്പിനേഷൻ എങ്ങനെയാണ് തുടങ്ങിയ ഒരുപാട് ഐഡിയാസ് നമ്മളുടെ ആർട്ടിസ്റ്റിന്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. സോ ആർട്ട് ഈസ് ഈക്വൽ ടു ഐഡിയ. ആർട്ട് ഈസ് ഈക്വൽ ടു ഐഡിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. ഇതുവരെ ഓക്കെയാണോ? ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് എന്തുമായിക്കോട്ടെ, ഇവിടെ ഞാൻ ട്രീയെയാണ് റഫറൻസ് പിക്ചർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോ നിങ്ങളുടെ കൺസെപ്റ്റിലെ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഒരു ബുക്കാണ് വരയ്ക്കാൻ പോകുന്നത് എങ്കിൽ ആ ബുക്ക് കാണുന്ന സമയത്ത് അയാളുടെ മൈൻഡിലേക്ക് ഒരുപാട് ഐഡിയാസ് വരും. ആ ബുക്ക് എങ്ങനെ വരയ്ക്കണം, അതിന്റെ ഔട്ട്ലൈൻ എങ്ങനെ ചെയ്യണം, കളർ എങ്ങനെ ചെയ്യണം, ഷാഡോസ് എങ്ങനെ വരുത്തണം തുടങ്ങിയ ഒരുപാട് ഐഡിയാസ് അയാളുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെ അയാളുടെ മൈൻഡിലേക്ക് വരുന്ന ഐഡിയാസിനെയാണ് നമ്മളിപ്പോ ആർട്ടായിട്ട് ആദ്യം കണക്കാക്കുന്നത്. ആർട്ട് ഈസ് ഈക്വൽ ടു ഐഡിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഇനി ആ ആർട്ട് എന്ന് പറയുന്ന ആ ഐഡിയാസ് നമ്മളുടെ ആർട്ടിസ്റ്റിന്റെ ഈ കാണുന്ന ട്രൈപോഡ് സ്റ്റാൻഡിലേക്ക് മനോഹരമായ ചിത്രമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ആർട്ടിസ്റ്റിന്റെ ട്രൈപോഡിലെ ക്യാൻവാസ് ബോർഡിലേക്ക് ആർട്ടിസ്റ്റ് കാണുന്ന ഓരോ ഒബ്ജക്റ്റുകളും മനോഹരമായ ചിത്രങ്ങളായിട്ട് മാറാൻ രണ്ട് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതില് ഒന്നാമത്തെ പ്രോസസ്സാണ് ഒബ്സർവേഷൻ, രണ്ട് ക്രിയേഷൻ. കത്തുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് വളരെ സിമ്പിൾ ആണ്. ആർട്ടിസ്റ്റ് എന്താണോ കാണുന്നത് ആ കാണുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ചിത്രം വരയ്ക്കാനായിട്ട് പോകുമ്പോൾ. ഇപ്പൊ ആ ട്രീയെയാണ് ആർട്ടിസ്റ്റ് വരയ്ക്കാൻ പോകുന്നതെങ്കിൽ ആ ട്രീയുടെ ഔട്ട്ലൈൻസ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതിന്റെ ഷേപ്പുകൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്.
അതിന്റെ ഷാഡോസ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഓരോ എലമെന്റ്സും വിട്ടുപോകാതെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് തന്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട്, സർഗാത്മകത ഉപയോഗിച്ചുകൊണ്ട് തന്റെ ക്യാൻവാസ് ബോർഡിലേക്ക് മനോഹരമായ ചിത്രമാക്കി മാറ്റുന്നത്. സോ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഇക്വേഷൻ പറഞ്ഞു തരാം. വാട്ട് ഈസ് ആർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ പറയാ, ആർട്ട് ഈസ് ഈക്വൽ ടു ഒബ്സർവേഷൻ പ്ലസ് ക്രിയേഷൻ. ഒബ്സർവേഷൻ പ്ലസ് ക്രിയേഷൻ ഈക്വൽ ടു ആർട്ട്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ആർട്ട് എങ്ങനെയാണ് ഒരു ചിത്രം ഉണ്ടാകുന്നത്, ആ ചിത്രത്തിന്റെ പിന്നില് കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റ് ചിത്രം വരയ്ക്കാൻ പോകുമ്പോൾ എന്താണോ വരയ്ക്കാനെടുത്ത റഫറൻസ്, ആ റഫറൻസ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യും. അവിടെ ഒബ്സർവേഷൻ നടക്കും. ഒരു ചിത്രത്തിന്റെ 95% റിസൾട്ട് ഇരിക്കുന്നത് ഒബ്സർവേഷനിലാണ്. അതുകൊണ്ട് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്സർവ് ചെയ്ത് അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് തന്റെ ക്രിയേറ്റിവിറ്റിയിലൂടെ നല്ലൊരു മനോഹരമായ ആർട്ട് വർക്ക് ആർട്ടിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ആർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക, ഒബ്സർവേഷൻ പ്ലസ് ക്രിയേഷൻ ഈക്വൽ ടു ഡ്രോയിങ് ഓർ ആർട്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ ഇതിന്റെ വലിയൊരു സ്റ്റേജിലേക്ക്, എന്താണ് ചിത്രകല എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ പറയാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഡെഫിനേഷനും അതേപോലെ തന്നെ ആർട്ടിന്റെ പ്രത്യേകതകളും, എന്തിനു വേണ്ടിയിട്ടാണ് ആർട്ട് ആയിരിക്കുന്നത്, ആർട്ടിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. സോ നമുക്ക് ആ ഒരു സെഷനിലേക്ക് കടക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുക, നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് അതിന്റെ നിർവചനങ്ങളിലേക്കും കുറച്ച് മെയിൻ പോയിന്റ്സിലേക്കും നമുക്ക് കടക്കാം. ആർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. എന്താണ് ഡ്രോയിങ്, ഡ്രോയിങ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. അത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി എന്താണ് ആർട്ട്, ഇനി ചിത്രകല, അതിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഇവിടെ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർട്ടിന്റെ നിർവചനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതില് നിങ്ങളുടെ നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിന്നോ. ഇനി കാണുന്നുണ്ടല്ലോ, വാട്ട് ഈസ് ആർട്ട് നോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആർട്ട് ഈസ് എ ഫോം ഓഫ് എക്സ്പ്രഷൻ. ഇറ്റ്സ് ദ വേ വി ഷോ അവർ ഇമോഷൻസ്, തോട്ട്സ്, ഐഡിയാസ് ആൻഡ് ഇമാജിനേഷൻ യൂസിങ് വിഷ്വൽസ്, സൗണ്ട്സ് ഓർ മൂവ്മെന്റ്സ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം എന്താണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർട്ട് ഈസ് എ ഫോം ഓഫ് എക്സ്പ്രഷൻ. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലേ? നമുക്ക് നമ്മളുടെ മൈൻഡിൽ ഒരുപാട് തോട്ടുകൾ വരും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ വിശ്വാസങ്ങൾ ഉണ്ടാവും. എന്താ പറയാ, ഇമാജിനേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് എക്സ്പ്രഷൻ ആണ് ആർട്ട് എന്ന് പറയുന്നത് അല്ലെ? അത് യൂസിങ് വിഷ്വൽസ്, നമ്മൾ കാഴ്ചയിലൂടെ കാണിച്ച്, ഇപ്പൊ ചിത്രകാരന്റെ കാര്യങ്ങൾ അതിലൂടെ പറയുകയാണെങ്കിൽ നമ്മൾ പലതും ചിത്രങ്ങൾ വരച്ചാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അവരെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാനും ബോധവൽക്കരിക്കാനും നമ്മൾ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ സൗണ്ട്സ് ഓർ മൂവ്മെന്റ്സ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. പാട്ടുകളിലൂടെ ഒരുപാട് ആളുകളുടെ ഹൃദയത്തെ സ്വാധീനിക്കാനായിട്ട് മറ്റു കലാകാരന്മാർക്ക് കഴിയും. എന്നാൽ നമ്മൾ ചിത്രകാരൻ എന്നുള്ള ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ യൂസിങ് വിഷ്വൽസ്, കാഴ്ചയിലൂടെ മനോഹരമായ ചിത്രങ്ങളിലൂടെ നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള ആശയങ്ങളും അതേപോലെ തന്നെ വിശ്വാസങ്ങളും ഐഡിയാസും ഒക്കെ സമൂഹത്തിന്റെ മുമ്പിൽ വാക്കുകൾ കൂടാതെ പ്രസന്റ് ചെയ്യാനും അവരിൽ നല്ലൊരു എന്താ പറയാ അവബോധം കൊണ്ടുവരാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു മീഡിയമാണ്, ഒരു ഫോം ഓഫ് എക്സ്പ്രഷൻ ആണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ താഴെ തന്നിട്ടുണ്ട്, ഞാനത് വായിച്ചു തരാം. Art is the creative expression of human imagination and emotion through different forms like drawing, painting, music, dance, sculpture, etc. ഒരു ഡെഫിനേഷൻ ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ആർട്ട് ഈസ് ദ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ ഇമാജിനേഷൻ. അല്ലെ, നമ്മൾ മനുഷ്യരില് നമുക്ക് ഉള്ള ഒരു ക്വാളിറ്റിയാണ് പല കാര്യങ്ങളും ഇമാജിൻ ചെയ്ത് സാങ്കല്പിക ലോകത്തിൽ നിന്നും അല്ല പല കാര്യങ്ങൾ സൃഷ്ടിക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയും. ഇതേപോലെ നമ്മുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് ചിത്രകലയിലൂടെ ആർട്ടിലൂടെ സാധിക്കും. അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ് ആർട്ട് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ കഴിയും. നമ്മളിലുള്ള വികാരങ്ങൾ, ഇതേപോലെ തന്നെ സ്നേഹം, പ്രണയം, ദുഃഖം, ഇതൊക്കെ നമുക്ക് ആർട്ടിലൂടെ കൺവേ ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഇവിടെ പറയുന്ന ഇമോഷൻസ് എന്നുള്ള ഒരു പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തോന്നുന്ന വികാരങ്ങള്, നമ്മളിലുള്ള കൺസെപ്റ്റുകൾ, ആശയങ്ങൾ, ഇതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ആർട്ട്. പിന്നെ പല രീതിയിൽ പല ടൈപ്പിൽ ഇതിന് നിർവചനങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആർട്ട് എന്ന് പറയുന്നത് ഫോം ഓഫ് എക്സ്പ്രഷൻ ആണ്, എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ആർട്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. വാട്ട് ഈസ് ആർട്ട് എന്ന ഹെഡിങ് കൊടുത്ത് ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ഇത് കേട്ടിരിക്കുകയാണെങ്കിൽ പലതും അങ്ങ് പോവും. ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പോവും. സിനിമ കാണുന്ന പോലെ ആയിരിക്കും, കറക്റ്റ് ക്ലിക്ക് ആവില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ കേട്ട് നോട്ട് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ കണക്ട് ചെയ്ത് കൃത്യമായ പാത്തിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. സോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. വാട്ട് ഈസ് ആർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഫോം ഓഫ് എക്സ്പ്രഷൻ. നമ്മളിലുള്ള ആശയങ്ങൾ, സങ്കല്പങ്ങളൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോം ഓഫ് എക്സ്പ്രഷൻ ആണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ബിഗിനർ എന്ന സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ തൽക്കാലം ആർട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ. ഇപ്പോ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോ മനസ്സിലാക്കി വെക്കുക. നേരത്തെ നമ്മൾ കണ്ടു ചിത്രകലയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഞങ്ങൾ കണ്ടു അല്ലെ, അതെങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യങ്ങളും നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഇനി എയിം ഓഫ് ആർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നോക്കാനുണ്ട്. ദ എയിം ഓഫ് ആർട്ട് ഞാൻ പറഞ്ഞുതരാം. കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിൽ തൽക്കാലം നിങ്ങൾ 2 പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് വേർഡ്സ് അല്ലെ, വാക്കുകൾ കൂടാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ആണ് ആർട്ടിന്റെ പ്രധാന എയിം, ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. ഞാൻ സിമ്പിളാക്കി പറഞ്ഞു തരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആളുകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഭാഷയിലൂടെ ആയിരുന്നില്ല. പല ആംഗ്യങ്ങളും പല ചിത്രങ്ങളും ഒക്കെ കാണിച്ചിട്ടായിരുന്നു അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. കുറച്ചുകൂടെ ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വിശക്കുന്ന സമയത്ത് അവര് വേട്ടയാടാറാണ് പതിവ് അല്ലെ. അപ്പോ അടുത്തിരിക്കുന്ന ആളുകളോട് വാ നമുക്ക് പോയി വേട്ടയാടാം എന്ന് പറയാൻ അവരുടെ കയ്യിൽ വാക്കുകളില്ല, ലാംഗ്വേജ് ഇല്ല. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കയ്യിൽ കിട്ടുന്ന കല്ലുകളും അതേപോലെ തന്നെ എല്ലിൻ കഷ്ണങ്ങളും കരിക്കട്ടകളും ഇതൊക്കെ എടുത്തുകൊണ്ട് അവര് പാറയുടെ മേലെയും ഗുഹകളിലൊക്കെ അവര് വരച്ചിടും. ഒരു മൃഗത്തിന്റെ ഹെഡൊക്കെ അവര് തോന്നുന്ന പോലെ വരച്ച് അതിലേക്ക് ഒരു ആരോസ് കൊടുത്ത് ഇങ്ങനെ കാണിക്കും. അപ്പൊ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവൻ ഹണ്ടിങ് ആണ് പറയുന്നത്, കൺവേ ചെയ്യുന്നത്. അങ്ങനെ ആളുകൾ ഹണ്ടിങ്ങിന് വേണ്ടി പോകും. അപ്പോ ഒരു ഏകദേശ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് ചിത്രകലയിലൂടെ ആയിരുന്നു മുമ്പൊക്കെ. അതിനുള്ള തെളിവുകളാണ് ഇന്ന് കാണുന്ന കേവ് പെയിന്റിങ്സും ഇതൊക്കെ. നിങ്ങൾക്കത് എടുത്തു നോക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഞാൻ വീണ്ടും പറയുന്നു, ആർട്ടിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് വേർഡ്സ്. ഇനി ഒരു പോയിന്റ് കൂടെ പറയാം. എക്സ്പ്രസ് ഇമോഷൻസ് ഓർ സ്റ്റോറീസ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഡെഫിനിഷന്റെ ബേസിലുള്ള ഒരു കാര്യമാണ് എക്സ്പ്രസ് ഇമോഷൻസ് ഓർ സ്റ്റോറീസ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളിപ്പോ മനസ്സിലാക്കുക. ആർട്ടിന്റെ ലക്ഷ്യങ്ങൾ: 1 കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്, 2 എക്സ്പ്രസ് ഇമോഷൻസ് ഓർ സ്റ്റോറീസ്. ഇനി അതില് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ക്രിയേറ്റ് ബ്യൂട്ടി ആൻഡ് മീനിങ്, ഇൻസ്പയർ അതേഴ്സ്,
റിഫ്ലക്ട് ദ കൾച്ചർ ആൻഡ് റിയാലിറ്റി ഓഫ് ദി വേൾഡ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. തൽക്കാലം നിങ്ങൾ ആ 2 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ആർട്ട് എന്താണ്, ആർട്ടിന്റെ ബേസിക് കൺസെപ്റ്റ്, ആർട്ട് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ആദ്യം കാണിച്ചു. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റിനെ വരച്ച്, ട്രീയെ വരച്ച് അതെങ്ങനെയാണ് ക്യാൻവാസ് ബോർഡിലേക്ക് മനോഹരമായ ചിത്രങ്ങളായിട്ട് മാറുന്നത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അത് ക്ലിക്കായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് ആർട്ടിന്റെ നിർവചനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്, പഠിപ്പിച്ചു തന്നത്. ഇന്നത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം വളരെ ഷോർട്ടായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ യാതൊരു പേടിയും കാണിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഓരോ ഐഡിയാസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ ഫൗണ്ടർ ഓഫ് ആർട്ട് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ചിത്രകലയുടെ പിതാവ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് ലിയോനാർഡോ ഡാവിഞ്ചി ആണ് കേട്ടോ. ലിയോനാർഡോ ഡാവിഞ്ചി ആണ് ചിത്രകലയുടെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ വർക്ക് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, മൊണാലിസ പെയിന്റിംഗ് അല്ലെ. നിങ്ങൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ താഴെ കമന്റ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾ ആർട്ടിൽ ഏത് ലെവലിലാണ് ആയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാകുന്നത്. ആർട്ടിൽ 7 ലെവൽ ഉണ്ട്. അതിൽ നിങ്ങൾ ലെവൽ 1-ലാണോ, ലെവൽ 2-ലാണോ, ലെവൽ 3-ലാണോ, ലെവൽ 4-ലാണോ, 5-ലാണോ, 6-ലാണോ, 7-ലാണോ ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കിട്ടുക. അതിനുശേഷമാണ് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി ആർട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. അതുവരെ കണക്ട് ആയിട്ടിരിക്കുക, ആക്ഷൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാം.